പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവിക രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന അതീവ നിക്ഷേപങ്ങൾ ഈ സുവിശേഷത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലും ഈ സുവിശേഷം ആരെഴുതിയിരിക്കുന്നുവോ ആ യോഹന്നാൻ ശ്ലീഹായുടെ മധ്യസ്ഥതയിലും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ യഥാർത്ഥമായി അറിഞ്ഞ പൗലോസ് ശ്ലീഹായുടെ മധ്യസ്ഥതയിലും അഭയം പ്രാപിച്ചുകൊണ്ടും മറ്റെല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും സഹോദയന്മാരുടെയും മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അതിമനോഹരമായ ദൈവിക മർമ്മങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവം കർത്താവ് കാണിച്ചു തന്നു. ഒരു പാപിനിയെ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവളുടെ പാപം താൻ ഏറ്റെടുക്കുവാനായിട്ടാണ് വന്നത് എന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു വിധി തീർപ്പ് കർത്താവ് കൽപ്പിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള ഒരു വിധി തീർപ്പ് പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തതും അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്തതുമായ ഒരു വിധി തീർപ്പിലേക്ക് കർത്താവ് എത്തിപ്പെടുകയാണ്. 8-ാം അധ്യായം 10-ാം വാക്യം മുതൽ യേശു നിവർന്ന അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ആരും ശിക്ഷ വിധിച്ചില്ലയോ? വിധി തീർപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മൾ ഈ ഭാഗം കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. എങ്കിലും ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു മർമ്മം, വിധി തീർപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ജനം കർത്താവിൽ നിന്ന് ഒരു പ്രത്യേക ന്യായവിധി അവളുടെ മേൽ നടത്തപ്പെടണം അല്ലെങ്കിൽ നടത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ന്യായവിധി എന്താണെന്ന് കർത്താവ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയുമാണ്. കർത്താവിൻ്റെ ന്യായവിധി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കരുണയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ സാധാരണ ലോകപരമായി ചിന്തിക്കുന്ന ഒരു ന്യായവിധിയെപ്പറ്റി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകരുത്. ഇത് മറ്റൊരു ന്യായവിധിയാണ് എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കണം എന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇതിന് വളരെ ആഴമായ അർത്ഥതലങ്ങളുണ്ട്. കർത്താവിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ അന്ത്യന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയമല്ല വരേണ്ടത്, നമുക്കൊരു ആദരവും സ്നേഹവും ഒരു കാത്തിരിപ്പുമാണ്. പക്ഷേ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മളുടെ ആത്മബോധം വളരണം എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നിറയുകയും, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നിറയുമ്പോൾ യേശുവിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും അങ്ങനെ ആ അന്ത്യദിനത്തിനായിട്ട് നോക്കിപ്പാർക്കുകയും ചെയ്യും. വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്നവരുടെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ഇതൊരു ന്യായവിധിക്ക് ശേഷമുള്ളതും ഒരു വിധി തീർപ്പുമാണ്. അപ്പം അതിനുവേണ്ടി നോക്കിപ്പാർക്കണമെങ്കിൽ യേശുവിനോട് നമുക്ക് സ്നേഹം വർദ്ധിക്കണം. യേശുവിനോട് സ്നേഹം വർദ്ധിക്കണമെങ്കിൽ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ വിശുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് നമ്മൾ ചേർക്കപ്പെടുകയും നിത്യജീവന് നമ്മൾ അവകാശികളായി തീരുകയും ചെയ്യും. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിത്യതയെപ്പറ്റി നമുക്കത്ര ചിന്ത ഉണ്ടാവില്ല. കാരണം മരിക്കുന്നവരെയും ഈ നിത്യജീവൻ്റെ സാരാംശത്തെപ്പറ്റി, അതിൻ്റെ ആ വലിയ ശ്രേഷ്ഠതയെപ്പറ്റി നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ അവൻ പ്രയോഗിക്കുന്ന ആയുധം
ഈ ലോകത്തിലെ ജീവിതം നിത്യമാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് 80 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പോലും താൻ മരിക്കുവാൻ തയ്യാറെടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യം അവന് തോന്നാത്തത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ ദൈവം നമ്മുടെ ശരീരം ക്ഷീണിപ്പിക്കുന്നത്? നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അത് ദൈവം വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. കാരണം യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണമെന്നാണ്. അങ്ങനെ ഓർത്തുകൊണ്ടെന്നാൽ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്, വൃദ്ധതയിലും അവൻ തളിരിട്ട് തഴച്ചിടും, വർദ്ധിക്കും അവർക്ക് തുഷ്ടിപുഷ്ടികളും. പക്ഷേ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കാതിരിക്കുന്ന അവസ്ഥയിൽ വാർദ്ധക്യകാലത്ത് ബലം ക്ഷയിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ ആശ്രയിച്ച് ഈ ലോകത്തെ മുഴുവനായും ഉപേക്ഷിച്ച് യേശു മാത്രം, ത്രിത്വൈക ആവാസത്തിൻ്റെ ആ അനുഭവം മാത്രം നമ്മളിൽ കേന്ദ്രീകൃതമാകുവാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ക്ഷീണിപ്പിക്കുന്നത്, അല്ലെ ക്ഷീണിച്ചു പോകുന്നത്. പക്ഷേ ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മുടെ ശരീരത്തെ വീണ്ടും കൊഴുപ്പിക്കുവാനും വെൻറ്റിലേറ്ററിലിട്ട് വീണ്ടും വീണ്ടും ജീവിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഒരു ഏജ് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം അത്രയും നാൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തിപ്പെടണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനി ഞാൻ എന്തു ചെയ്യും? പ്രത്യേകിച്ച് പ്രവാസികളായ ആൾക്കാരൊക്കെ മടങ്ങി വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആകുലതയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് എന്തു ചെയ്യും? എൻ്റെ ദൈവ സഹോദരങ്ങളെ, മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, നിങ്ങളിനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് വിശ്രമിക്കണം. വിശ്രമിപ്പീൻ, എൻ്റെ സമാധാനം എന്താണെന്നൊന്ന് അറിയുവീൻ. അതിനി നിങ്ങളൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതെ സമാധാനപരമായി സന്തോഷപരമായി ദൈവീക ഊർജം പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഊർജം പ്രവഹിക്കപ്പെടും. അതുതന്നെ വലിയൊരു സുവിശേഷമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനായിട്ട് മടങ്ങി വന്ന് എൻ്റെ അടുക്കൽ വന്ന് വിശ്രമിക്കണം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രധാന വേദഭാഗമാണ്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് ബലം എന്നുള്ള കാര്യം 30-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ, അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരങ്കങ്ങളിന്മേൽ കയറിപ്പോകും എന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും നിങ്ങളെക്കാൾ വേഗതയുള്ളവരായിരിക്കും. അതായത് വിശ്രമിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്ന സമയത്ത് വിശ്രമിക്കുവാനുള്ള താല്പര്യം കാണിക്കാതെ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് വേലയിലേക്ക് തന്നെ, അതായത് ലോകത്തിൻ്റെ വേലയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിപ്പെടാനാണ് ശ്രമമെങ്കിൽ നിങ്ങളെ പിന്തുടരുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അത് നിങ്ങളെക്കാൾ വേഗത്തിൽ നിങ്ങളിലേക്ക് ഓടിയെത്തും എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഇപ്രകാരം പറയുന്നു, അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ. അതായത് നമ്മളെ ഒരുപാട് ആക്ടിവിറ്റീസിലാക്കി കേന്ദ്രീകരിച്ച് നിർത്തുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു പ്രാക്ടീസ് പോലെയെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ മാറിയിരുന്ന് വിശ്രമിക്കണമെന്ന് പറയുന്നത്. ശീമാ നമസ്കാരത്തിലെ സന്ധ്യയ്ക്കുള്ള
പ്രാർത്ഥനയിൽ അതിമനോഹരമായ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും ഇതാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമായ കർത്താവേ, പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ശാന്തമായി നിൻ്റെ സന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് നിത്യമായ സ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും ഞങ്ങളുടെ ആത്മാക്കളുടെ സഹായിയുമായ നിൻ്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പകൽ സമയത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞു, അങ്ങനെ ശാന്തമായി നിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കണം. അങ്ങനെ ശീലിച്ചു തുടങ്ങുന്നവന് ഒരു സമയമാകുമ്പോൾ പൂർണ്ണമായും വിശ്രമിക്കണമെന്ന് തോന്നും. ആ പൂർണ്ണമായി വിശ്രമിക്കുമ്പോൾ ശരീരത്തിൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തിലും വന്ന് നിറയുകയും ആ ജഡത്തിൽ കൂടി പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരു സൗരഭ്യം പോലെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ, ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു യാമത്തിൽ കർത്താവ് തൻ്റെ ദൂതന്മാരോടുകൂടെ ചേർന്ന് വന്ന് ശരിയായ യഥാർത്ഥ സൗഖ്യമുള്ള ആനന്ദപ്രദമായ നിത്യമായ വിശ്രമത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതാണ് മരണം. അങ്ങനെ ഒരു മരണത്തിൽ ഒരു വിധിത്തീർപ്പുണ്ട്. ആ വിധിത്തീർപ്പ് ഇങ്ങനെ വിശ്രമിച്ച് ജീവിക്കുന്നവന് അത് വളരെ ആനന്ദമാണ്. അതിനുവേണ്ടി അവൻ കാത്തിരിക്കും. അല്ലാത്തവർക്ക് ഈ വിധിത്തീർപ്പ് ഒരു വലിയ ഭാരമായിരിക്കും. ഈ കാര്യം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ താഴോട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആമുഖമായിട്ട് സംസാരിക്കുവാനിടയായത്. പാപിനിയായ സ്ത്രീയെ കർത്താവ് വിധിക്കുന്നത് എപ്രകാരമാണ്? പാപിനിയായ സ്ത്രീയെ കർത്താവ് വിധിക്കുമ്പോൾ അവരുദ്ദേശിച്ച വിധിത്തീർപ്പൊന്നുമല്ല കർത്താവ് വിധിച്ചത്. 10-ാം വാക്യത്തിൽ യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഇങ്ങനെ പറയുവാൻ കർത്താവിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. പാപമില്ലാത്തവൻ. ഇതിൻ്റെ ബാക്കി ഭാഗം താഴേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തത നമുക്കുണ്ടാകുന്നത്. എന്താണ് പാപമില്ലാത്ത അവസ്ഥ? അത്രയും കൂട്ടം നിന്നതിൽ പാപമില്ലാത്തത് ആരേ ഉള്ളൂ? വലിയൊരു ജനക്കൂട്ടം നിൽക്കുകയാണ്. അവരുടെ വിധിത്തീർപ്പനുസരിച്ച് ഏറ്റവും വലിയ പാപിനിയായ ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആരുടെ മുമ്പിൽ? പാപം തീണ്ടാത്തവൻ്റെ മുമ്പിൽ. പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവളെ കല്ലെറിയാൻ ഇവിടെ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? ഈ പറഞ്ഞവന് മാത്രമേ അവകാശമുള്ളൂ. അതായത് കർത്താവ് പറയാതെ പറയുകയാണ്, എനിക്ക് മാത്രമേ ഇവളെ കല്ലെറിയുവാൻ അവകാശമുള്ളൂ. കല്ലെറിയുവാനും ശിക്ഷിക്കുവാനും അവകാശമുള്ളവൻ ഇപ്പോൾ ആ സ്ത്രീയോട് പറയാണ്, അവരാരും നിന്നെ കുറ്റം വിധിക്കുവാൻ പ്രാപ്തരായിരുന്നില്ലല്ലോ. എനിക്ക് പ്രാപ്തിയുണ്ട്, പക്ഷേ ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇതെൻ്റെ വിധി തീർപ്പാണ്. നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ വെടിപ്പാക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്താലെ പോകുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്നത് കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞതുപോലെയാണ്. എന്താണ് പറഞ്ഞത്? അധികം ദോഷമായത് ഭവിക്കുവാതിരിക്കുവാൻ നീ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപം. പാപം മാറുമ്പോൾ വിശുദ്ധി വരുന്നു. വിശുദ്ധിയുടെ കൂടെ ഒരു പാക്കേജായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തൃത്വാവാസം പരിശുദ്ധാത്മാവായിട്ട് വന്ന് വ്യാപരിക്കുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്ന് രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വിധിത്തീർപ്പിലൂടെ തൻ്റെ വിശ്രമസ്ഥാനത്തേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് നിത്യതയിൽ ആക്കും. ഇതിനു വേണ്ടിയ ഘടകങ്ങളെപ്പറ്റി കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം മുതൽ പറയുന്നുണ്ട്.
12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം വ്യാഖ്യാനിച്ചിട്ട് യോഹന്നാൻ ശ്ലീഹ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഭവം പോലെ തോന്നിപ്പിക്കത്തക്ക വിധമാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത് എങ്കിലും യോഹന്നാൻ ശ്ലീഹ ഒരിക്കലും ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യം എഴുതില്ല. 12-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ ഞാനാകുന്നു സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാനാകുന്നു എന്ന് പറയുന്നത് തന്നെ ഞാനാകുന്നു എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവിക സ്വഭാവത്തിലുള്ള ഒരു സ്വരൂപവും സാദൃശ്യവുമാണ് വെളിച്ചം എന്ന് കർത്താവ് ഇവിടെ സാക്ഷിക്കുകയാണ്. കാരണം ഞാനാകുന്നു എന്ന് എവിടെല്ലാം പറഞ്ഞിരിക്കുന്നു അത് ഞാൻ ദൈവമാകുന്നു എന്നാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിരിക്കുന്നവൻ വെളിച്ചമാകുന്നുവെന്നും അത് ലോകത്തിന് വേണ്ടി വെളിച്ചം തരുന്നവനാകുന്നു എന്നുമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇരുൾ എന്താണ്, വെളിച്ചം എന്താണ്, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ അടുത്ത വാക്ക് വന്നു ജീവൻ. ഇവിടെ 3 വാക്കുകൾ നമ്മൾ കേട്ടു. ഒന്ന് ജീവൻ, ഒന്ന് വെളിച്ചം, ഒന്ന് ഇരുൾ. ഇതിൻ്റെ കൂടെ മറ്റൊരു വാക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൽ കണ്ടെത്തി ചേർക്കുകയാണ്. ആ വാക്കാണ് മരണം. അതായത് ജീവനും വെളിച്ചവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ ഇരുളും മരണവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താണ് വെളിച്ചം, എന്താണ് ജീവൻ, എന്താണ് ജീവൻ്റെ വെളിച്ചം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്നുള്ള കാര്യം മനസ്സിലാവും. ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലേക്ക് വഴി നടത്തുന്ന കാലത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ടാണ് ദൈവം തൻ്റെ മക്കളെ വഴി നടത്തിയത്. മേഘം എവിടെ തങ്ങുന്നുവോ അല്ലെങ്കിൽ നിൽക്കുന്നുവോ അവിടെ ഇസ്രായേൽ മക്കൾ പാളയം അടിക്കും. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, ഒരു മാസമാണെങ്കിൽ ഒരു മാസം. അതതിൻ്റെ സമയത്തിനനുസരിച്ച് മേഘം നീങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. അത് പകൽ സമയത്തെ കാര്യം. രാത്രിയിൽ അഗ്നിത്തൂണാണ്. അഗ്നിത്തൂൺ, അഗ്നി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവാണ്. ഈ അഗ്നിത്തൂണ് ഒരിടത്ത് നിൽക്കുമല്ല, മൂവിങ് ആണ്, മൂവിങ്. അപ്പോൾ അതിനെയാണ് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നത്? അനുഗമിക്കുന്നത്. കർത്താവ് ഇവിടെ പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. നമുക്ക് ഈ വെളിച്ചവും ജീവനും കിട്ടിയത് എപ്പോഴാണ്? ഇരുളെന്താണ്, മരണം എന്താണ്, വെളിച്ചം എന്താണ്, ജീവൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലും ഇതാദ്യം ഒന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് നമുക്ക് ജീവൻ്റെ ഈ പ്രകാശം കിട്ടിയത്? പരിശുദ്ധ മാമോദീസായിലാണ്. പരിശുദ്ധ മാമോദീസായിൽ കിട്ടിയ ജീവൻ്റെ പ്രകാശം പരിശുദ്ധ മാമോദീസ ഏറ്റു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ രക്ഷപ്രാപിക്കണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിക്കൊള്ളുക. എന്നെ മാമോദീസായിൽ മുദ്രയിട്ടവനാണ്, കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മളുടെ വ്യാപാരങ്ങളെയും ന്യായീകരിച്ചാൽ രക്ഷ കിട്ടില്ല. ഇവിടെ പറയുന്ന ഈ വചനം ശ്രദ്ധിക്കണം. എന്നെ അനുഗമിക്കുന്നവൻ, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഫോളോ ചെയ്യണം. ഈ യേശുവിൻ്റെ കാൽപാദങ്ങളെ നമ്മൾ ഫോളോ ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ വചനം ഒരു വെളിച്ചമായി നമ്മുടെ മുമ്പിലുണ്ടാകണം. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനത്താൽ നമ്മൾ അഗ്നിത്തൂണ്
കണ്ട് ഇസ്രായേൽ ജനം നയിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവെന്ന ദൈവനിശ്വാസിതമായ ജീവൻ്റെ വചനം, പരിശുദ്ധാത്മാവെന്ന അഗ്നിത്തൂണിനെ അനുഗമിച്ച് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. വെളിച്ചം എന്താണ്, ഇരുൾ എന്താണെന്ന് നമ്മൾ മുമ്പോട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവവചനം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, തിരുവചനം ദൈവനിശ്വാസീയമാകയാൽ, അതായത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസമാണ് തിരുവചനം എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രത്ത്, കാറ്റ്. റൂഹോ എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കാറ്റ് എന്നാണ്. റൂഹോ ഹായോ കാദീശോ. ഹായോ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, കാദീശോ പരിശുദ്ധം. റൂഹോ ഹായോ കാദീശോ എന്ന് പറഞ്ഞാൽ ജീവനും വിശുദ്ധിയുമുള്ള റൂഹോ അല്ലെങ്കിൽ കാറ്റ്. ജീവനും വിശുദ്ധിയുമുള്ള കാറ്റ് ഏതാണ്? ദൈവത്തിൻ്റെ ശ്വാസമാണ്. ആ ശ്വാസം ദൈവവചനം തന്നെയാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ വചനം ഒരു അഗ്നിത്തൂണാണ്. വചനത്തെ അനുഗമിക്കണം. വചനത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക എന്നാണ് അർത്ഥം. കാരണം ആ വചനമാണ് എന്തായി തീർന്നത്? ജഡമായി തീർന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു. വീണ്ടും വീണ്ടും പറയുന്നത്, ആ വാക്യം നമ്മളെപ്പോഴും മനനം ചെയ്താൽ അതിശക്തിയായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വരും. നമുക്കൊരു ശരീരത്തിൽ പോലും ഒരു വിശുദ്ധി അനുഭവപ്പെടും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ എന്തായിരുന്നു? മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ജീവനും വെളിച്ചവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇരുളും മരണവും തമ്മിൽ ബന്ധമുണ്ട്. ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായത്. വെളിച്ചം എന്തിൽ പ്രകാശിക്കുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിനോ വെളിച്ചത്തെ കീഴടക്കുവാൻ സാധിച്ചില്ല. ഈ മർമ്മം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ജീവൻ, ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു, ഞാൻ ജീവൻ്റെ വെളിച്ചമാവുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ജീവൻ? ജീവൻ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ബൈ ഡീഫോൾട്ടായിട്ട് ദൈവിക ആത്മാവ് പ്രവേശിക്കുമ്പോൾ വരുന്നതാണ് ജീവൻ. ആത്മാവിനൊരു മരണമുണ്ട്, ആത്മാവിനൊരു ജീവനുണ്ട്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ മാമോദീസായിൽ കൂടി നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന ഒരു വലിയ ദൈവിക സാധ്യതയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ശരീരത്തിന് ജീവൻ്റെ സാധ്യതയല്ല ഏറ്റവും കൂടുതലുള്ളത്, മരണത്തിൻ്റെ സാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ അഭിലാഷം മുഴുവനും ലൗകികമാണ്, അതിന് ആത്മാവിനോട് സാദൃശ്യമില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡമോഹങ്ങളെ ജയിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ജീവൻ? ആത്മാവിൻ്റെ ഒരു സാധ്യതയാണ്, ദൈവിക സാധ്യതയാണ് ജീവൻ. ആ സാധ്യത നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ജഡത്തിൽ കൂടിയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആത്മാവിൻ്റെ ജീവൻ പ്രദർശിപ്പിക്കേണ്ടത് ഈ ജഡത്തിലൂടെയാണ്. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ജീവിതയാത്രയിൽ ജഡത്തിന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ അസഭ്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മുടെ ജഡത്തിനുണ്ടാകുന്ന പെട്ടെന്നുള്ള വികാരം എന്തെന്ന് ചോദിച്ചാൽ, ആ വിളിച്ച ആളെ അല്ലെങ്കിൽ ഉപദ്രവിച്ച ആളെ തിരിച്ച് അതേ ഭാഷയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായോ തിരിച്ച് പ്രതികരിക്കാനാണ്. ഇത് ജഡം അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ. എന്നാൽ ആ ജഡത്തെ പിടിച്ചു നിർത്തി ദൈവീകമായി അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആത്മാവിന് ജീവൻ വേണം. ആത്മാവിൻ്റെ ജീവൻ അനുസരിച്ചേ ജഡത്തിന് ആ ശക്തി കിട്ടുകയുള്ളൂ. ദാവീദ് ഒരിക്കൽ വഴിയിൽ കൂടി നടന്നു പോവുകയാണ്. സൈന്യാധിപതിയായ യോവാബ് കൂടെയുണ്ട്. അപ്പോൾ അപ്പുറത്ത് മതിലയിലിരുന്ന് ശിമേയി എന്ന് പറയുന്ന ഒരാൾ ദാവീദിനെ നോക്കി, രക്തപാതക, നീച, പോ, അഴുക്ക് മനുഷ്യ എന്നൊക്കെ വളരെ അസഭ്യമായ രീതിയിൽ രാജാവിനെയാണ് പറയുന്നതെന്ന് ഓർക്കണം. രാജാവിന് അവിടെ ആ മനുഷ്യനെ പിടിച്ച് എന്ത് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. പോരാത്തതിന് കൂടെ നിന്ന് യോവാബ് പറഞ്ഞു, രാജാവേ, ഇസ്രായേലിൻ്റെ രാജാവിനെയാണ് നിന്ദിക്കുന്നതെന്ന് ഓർക്കണം, അവനെ ഞാൻ കൊന്നുകളഞ്ഞേക്കട്ടെ എന്ന് യോവാബ് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, വേണ്ട, ദൈവം കൽപ്പിച്ചിട്ടാകുന്നു അവൻ അങ്ങനെ പറയുന്നതെങ്കിൽ ഞാനത് കേൾക്കേണ്ടതല്ലയോ. ശാന്തനായി ദാവീദ് നടന്നു പോവുകയാണ്. ഇതൊരു ജീവനാണ്. ഇതാണ് ജീവൻ. ഈ ജീവനെയാണ് സമൃദ്ധിയാക്കേണ്ടത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നത് എന്ന്. അപ്പോൾ ഈ ജഡത്തിൽ കൂടിയാണ് ഈ ജീവൻ പുറത്തേക്ക് വിടേണ്ടത്. പക്ഷേ ജഡത്തിൽ എന്താണുള്ളത്? ഇരുളാണുള്ളത്. ജഡത്തിന് അങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. അശുദ്ധമായൊരു കാര്യം കാണുമ്പോൾ ജഡം നമ്മളോട് പറയും, അത് നോക്കി ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറയും. അശുദ്ധമായൊരു കേൾവി വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചെന്ന് ചേർന്ന് നിൽക്കുവാൻ നമ്മളുടെ ജഡം ആണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ജഡമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, എങ്കിലും വീണ്ടും പറയുകയാണ്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരുടെ ഭാഷയിൽ മനസ്സും ശരീരവും കൂടെ ചേർന്നതാണ്. നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും കൂടെ ചേർന്നതാണ് ജഡം എന്ന് പറയുന്നത്. ഈ ജഡത്തിന് ലോകസുഖങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട്. ലോകസുഖങ്ങൾ ഇരുളുള്ളതാണ്. ആ ഇരുളിനോട് താല്പര്യമുണ്ട്, അതിൽ വെളിച്ചമില്ല. അവിടെയാണ് ജഡത്തിലേക്ക് വെളിച്ചം വീശേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇരുളടഞ്ഞ ലോകത്തിലേക്ക് വെളിച്ചം വീശുവാനായിട്ട് വന്നവനാകുന്നു ഞാൻ എന്ന്. കാരണം ലോകം മുഴുവൻ ഇരുളിൻ്റെ പ്രഭുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവിടേക്ക് വെളിച്ചം വീശണം. ആ വെളിച്ചം സ്വീകരിക്കുന്നവനെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ ആകർഷിച്ചു വരുത്തുന്നത്, പിതാവ് ആകർഷിച്ചു വരുത്തുന്നത്. ഇതിൻ്റെ ഒരു റിസപ്റ്റീവ് മൂഡുണ്ട്. ആ മൂഡിലേക്ക് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ശ്രദ്ധയെ തിരിച്ചു വയ്ക്കുമ്പോൾ ആ പോയിന്റിലേക്ക് വെളിച്ചമടിക്കും, അതിനെ റിസീവ് ചെയ്യും. ഈ അന്തരീക്ഷത്തിൽ കൂടി അനേക തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഇതിലെ കൂടി ദൈവിക വചനത്തിൻ്റെ സൗണ്ട് വേവ്സ് പോകുന്നുണ്ട്, സിനിമാ ഗീതങ്ങൾ പോകുന്നുണ്ട്, സാത്താന്യ ഗീതങ്ങൾ പോകുന്നുണ്ട്, അശുദ്ധമായ മറ്റു പല കാര്യങ്ങളും പോകുന്നുണ്ട്, വിശുദ്ധമായതും പോകുന്നുണ്ട്. നമ്മൾ നമ്മുടെ ആത്മാവിനെയും ജഡത്തെയും ഏതിലേക്ക് ട്യൂൺ ചെയ്ത് വയ്ക്കുന്നുവോ അതിലേക്കേ അത് പോകത്തുള്ളൂ, നമ്മുടെ ജഡവും ആത്മാവും പോകത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ റേഡിയോ തരംഗങ്ങൾ, നമ്മളത് ട്യൂൺ ചെയ്യുന്ന സ്റ്റേഷൻ മാത്രമേ അത് പിടിക്കത്തുള്ളൂ. അന്തരീക്ഷത്തിൽ ഒരുപാട് തരംഗങ്ങൾ കാണും. നമുക്ക് ഇഷ്ടമുള്ളത് ഏതിലേക്ക് ട്യൂൺ ചെയ്യുന്നതോ, ഏത് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നുവോ ആ ഫ്രീക്വൻസിയിലേക്ക് ഇത് ട്യൂൺഡാവും. ആ പാട്ടുകളായിരിക്കും അല്ലെങ്കിൽ ആ ചിത്രങ്ങളായിരിക്കും നമ്മൾ കാണുക. ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങൾ, അവിടെ ദൈവികമായ ദൃശ്യങ്ങൾ വ്യാപരിക്കുന്നുണ്ട്,
വചനങ്ങൾ വ്യാപരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പോണോഗ്രഫിയും വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ഏതിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്? ആ ട്യൂൺ ചെയ്യുന്നതാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മൊബൈലിൽ വേദപുസ്തകം അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ സന്ദർഭങ്ങളിലോ ഒന്ന് എടുത്തു നോക്കുവാൻ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് നല്ലതാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും സ്വന്തമായി ഒരു വചനത്തിൻ്റെ പുസ്തകം ഉണ്ടായിരിക്കണം. സ്വന്തമായി വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും വേദപുസ്തകം വീട്ടിലുണ്ടാവണം. അവരവരുടെ വേദപുസ്തകം അവരോടെടുത്ത് ധ്യാനിച്ച് വായിച്ച് അതിലേക്ക് ആത്മാവിൻ്റെ ശക്തി പകരപ്പെടണം. അതുകൊണ്ടാണ് ആ വേദപുസ്തകത്തെ നമ്മൾ മുത്തുന്നത്. വേദപുസ്തകത്തെ മുത്തുന്നതിൻ്റെ കാര്യം ആ അക്ഷരങ്ങളിലല്ല മുത്തുന്നത്. നമ്മൾ അതെടുത്ത് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിൽ ഇരുന്ന് അത് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനെ ധ്യാനിക്കുകയും അത് വായിക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ ഈ പുസ്തകത്തിലേക്കും അല്ലെങ്കിൽ ഈ വചനത്തിലേക്കും ഈ ലോഗോസിലേക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും തൽഫലമായി റേമയുടെ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ അകത്തെ ആത്മാവിൻ്റെ വ്യാപാരം ശക്തിയായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യാപരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പുസ്തകവും വിശുദ്ധമാവും. എന്തുകൊണ്ടാണ് പട്ടക്കാർ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ബലിപീഠത്തോട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്? ബലിപീഠത്തോടാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. പരിശുദ്ധവും പാവനുമായ ബലിപീഠമേ എന്ന് ബലിപീഠത്തോടാണ് പറയുന്നത്. ഏതാണ്? കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബലിപീഠം. അതിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ജീവനുണ്ടോ? ജീവനുണ്ട്. എങ്ങനെയാണ് ജീവൻ വരുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അതിന്മേൽ വെച്ച് ആഘോഷിക്കപ്പെടുമ്പോൾ ദൈവിക വ്യാപാരങ്ങൾ അതിലേക്ക് പ്രവഹിക്കപ്പെടുകയും തൽഫലമായി ആ ജീവനില്ല എന്ന് നമ്മൾ കരുതുന്ന ആ കല്ലുകളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന മൂവിങ് ഇലക്ട്രോൺസിന് പോലും ദൈവിക വ്യാപാരത്തിൽ ചലിക്കുവാൻ സാധിക്കും. ഇലക്ട്രോൺസ് മൂവിങ് ആണ്. If something is moving, that means it is life and there is life in it. ആ മൂവിങ്ങിൻ്റെ ആ ഭ്രമണപഥത്തെ ദൈവികമായി നമ്മൾ ചലിപ്പിക്കുമ്പോൾ അത് വിശുദ്ധമായി മാറുന്നു. ഈ വേദപുസ്തകത്തിലെ അക്ഷരങ്ങൾ അല്ല, ഇതിലെ ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ആ ജീവൻ്റെ വചനങ്ങളാണ് ഈ വായനയിൽ കൂടി നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾക്കും ഈ വേദപുസ്തകത്തിനും ശക്തി വ്യാപാരങ്ങളുണ്ടാവും. അത് വിശുദ്ധമാകും. അപ്പോൾ അതിനെ നമ്മൾ മുത്തുന്നു. പരിശുദ്ധവും പാവനവുമായ ബലിപീഠമേ സമാധാനത്തോടെ വസിക്കുക എന്ന് ബലിപീഠത്തോട് പറയുക. ഇനി ഈ സന്നിധിയിലേക്ക് ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന എല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവസാനം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എന്നിട്ട് അവസാനത്തെ വചനം ഇപ്രകാരമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന ഇപ്രകാരമാണ്: പരിശുദ്ധവും പാവനവുമായ ബലിപീഠമേ സമാധാനത്തോടെ വസിക്കുക. നിന്നിൽ ഞാൻ പ്രാപിച്ച പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും എനിക്ക് എന്നേക്കും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഉതകുമാറാകണമേ. കർത്താവായ യേശുമിശിഹായോട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആരോടാണ്? ഈ കല്ലിനോടും മണ്ണിനോടുമാണ് പറയുന്നത്. അത് വെറും ജീവനില്ലാത്തതല്ല, ജീവനുള്ളതാണ്. എങ്ങനെ വന്നു? ആത്മാവ് അതിലേക്ക് ജീവൻ വെപ്പിച്ചു. അപ്പോൾ ഈ ജീവൻ വരുമ്പോൾ അതിനകത്തൊരു വെളിച്ചമുണ്ടാവും. എന്താണ് വെളിച്ചം? ഈ ജീവൻ്റെ ബൈ പ്രൊഡക്റ്റാണ് വെളിച്ചം. ഒരാൾ നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ മൗനമായിരിക്കുവാനും ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് എന്നിവയിൽ സന്തോഷിക്കുവാനുള്ള പ്രമോദം നമ്മൾ ജഡത്തിലൂടെ ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് ഉള്ളിൽ നിന്ന് അതിനെ തടുക്കുവാനുള്ള ശക്തിപ്രവാഹം ജഡത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ ജഡത്തിൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു. ജീവനും വെളിച്ചവും ചേർന്നിരിക്കുന്നതാണ്. എന്നാൽ പിശാച് പറയുന്നു, ഞാൻ മരണത്തിൻ്റെ ഇരുളാകുന്നു. നമ്മൾ അതിനകത്ത് കയറി വായിക്കുകയാണ്.
കാരണം ഇരുളിൽ കൂടി നമ്മളെ നടത്തി മരണത്തിൻ്റെ ചുഴിയിലേക്ക് തള്ളിവിടുന്നതാണ് പിശാചിൻ്റെ രീതിയെങ്കിൽ, ജീവനിലൂടെ നടത്തി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് കർത്താവിൻ്റെ വ്യാപാരം. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുവാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തെ വെളിച്ചത്തിലേക്ക് നമ്മൾ തന്നെ ആദ്യം കൊണ്ടുവരണം. നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിക്ഷിപ്തമായിരിക്കുന്ന സകല ആത്മീക അനുഗ്രഹങ്ങളും, എഫേസ്യർ 1:3, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, സകല ആത്മീക അനുഗ്രഹങ്ങളാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആത്മീക അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിൽ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ആ ആത്മാവിനാൽ നമ്മൾ നമ്മുടെ ജഡത്തെ വെളിച്ചമുള്ളതാക്കുന്നു, ജീവനുള്ളതാക്കുന്നു. ജീവനും വെളിച്ചം എല്ലാം കോറിലേറ്റഡാണ്. ഇതാണ് ജീവൻ അല്ലെങ്കിൽ വെളിച്ചമെന്ന് പറയുന്നത്. ഇത് സമൃദ്ധിയായി തരുവാനാണ് കർത്താവ് വന്നത് എന്ന് പറയുന്നു. നമ്മുടെ ജഡത്തെ വെളിച്ചമുള്ളതാക്കി തീർക്കുവാൻ ഉള്ളിലെ പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോൾ നമ്മളിൽ തന്നെ വെളിച്ചമുണ്ടാകുകയും ആ വെളിച്ചം നമ്മൾ പോലും അറിയാതെ ലോകത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ ശക്തി നമുക്ക് പകർന്നു നൽകുവാനാണ് ജീവൻ്റെ വെളിച്ചമായ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ഇനിയും ഇത് വായിച്ചു നോക്കുക. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഈ വെളിച്ചമുള്ളവനാണ് യഥാർത്ഥ വിധിത്തീർപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ പരീശന്മാർ കർത്താവിനോട് നടത്തുന്ന മറ്റൊരു വാഗ്വാദമാണ് ജഡപ്രകാരം അവരെങ്ങനെയാണ് വിധിത്തീർപ്പ് കൽപ്പിക്കുന്നതെന്നും പിതാവാം ദൈവത്തിൻ്റെ സത്യമുള്ള സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എങ്ങനെയാണ് വിധിത്തീർപ്പ് കൽപ്പിക്കുന്നതെന്നും കർത്താവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളാണ് താഴോട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം മാത്രമാണ്. അതൊന്നുകൂടെ വായിച്ച് ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ദൈവനാമം മഹത്വപ്പെടട്ടെ.